സൈറ ഇതിന്റെ ക്ലാസ്സിൽ നമ്മൾ കോർഡിനേഷൻ കെമിസ്ട്രി എന്നൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ജസ്റ്റ് കോർഡിനേഷൻ കെമിസ്ട്രിയിൽ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളും അതിലൊരു ചെറിയ ടോപ്പിക്കും നമ്മൾ പരിചയപ്പെടുകയാണ്. ദെൻ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള CSIRന്റെ റീസെന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അത് നമ്മൾ ചെക്ക് ചെയ്യാം, നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ നോക്കാം. ഓക്കെ, അപ്പോൾ കോർഡിനേഷൻ കെമിസ്ട്രി എന്നൊരു ടോപ്പിക്ക് എടുക്കുന്നതിന് മുൻപ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ ഡോക്ടർ കൃഷ്ണപ്രിയ KV, CSIR ലിസ്റ്റിൽ നിന്ന് കെമിക്കൽ സയൻസിൽ PhD കഴിഞ്ഞ് 2023. അതിനുശേഷം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സെന്ററിൽ സ്കൂൾ ഓഫ് കെമിക്കൽ സയൻസസിൽ അസിസ്റ്റന്റ് പ്രൊഫസർ കോൺട്രാക്ട് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യാണ്, ഇപ്പൊ കണ്ടിന്യൂ ചെയ്യാണ്. അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള കോച്ചിങ് കാര്യങ്ങളും CSIRന്റെയും ഗേറ്റിന്റെയും കോച്ചിങ് കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ എപ്പോഴും അഡോപ്റ്റ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ പോർഷൻ തിയറി പറയും, അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ ബേസിൽ വന്നിരിക്കുന്ന CSIR പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെക്ക് ചെയ്യും. അപ്പോഴും നിങ്ങൾക്ക് തിയറി ഒന്ന് കേട്ട് കഴിഞ്ഞ് അതിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി നന്നായിട്ട് ആ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എൻ്റർ ചെയ്യാം ക്ലാസ്സിലേക്ക്. വെൽക്കം ഓൾ. അപ്പൊ കോർഡിനേഷൻ കെമിസ്ട്രി പഠിക്കുമ്പോൾ ഞാൻ ആദ്യം നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന, അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും, നമ്മുടെ സ്ലൈഡ് ആയാലും നോട്ട്സ് ആയാലും ഒക്കെ. അപ്പൊ അതിനെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാം. നിങ്ങൾ വീണ്ടും ഇരുന്ന് ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ച് നോട്ട് എഴുതി എടുക്കുന്ന രീതി കോച്ചിങ്ങിൽ പ്രാക്ടിക്കൽ അല്ല. സോ എങ്കിലും നിങ്ങൾ MSc പഠിക്കുമ്പോൾ കോർഡിനേഷൻ കെമിസ്ട്രി പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സാധാരണ എടുക്കാറുള്ള പുസ്തകങ്ങളാണ് ഇതൊക്കെ. ഏറ്റവും മെയിൻ ആയിട്ട് TUHI ആണ്, പ്രിൻസിപ്പിൾസ് ഇൻഓർഗാനിക് കെമിസ്ട്രിയുടെ പ്രിൻസിപ്പിൾസിനെ പറ്റി ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ടെക്സ്റ്റ് ആണ് TUHI. അതേപോലെ ഗോപാലൻ, അതേപോലെ വൈലിയുടെ കുറച്ച് കളക്ഷൻസ് ഓഫ് ബുക്സ് ഉണ്ട്, അതിൽ കോർഡിനേഷൻ കെമിസ്ട്രിയുടെ ബുക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റെഫറൻസ് ടെക്സ്റ്റ് ആയിട്ട് ഇതൊക്കെ അഡോപ്റ്റ് ചെയ്യാം. പക്ഷെ എൻ്റെ അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങൾ ടെക്സ്റ്റ് വായിക്കാൻ പോകേണ്ടതില്ല, നമ്മൾ ടീച്ചേഴ്സ് തരുന്ന ക്ലാസ്സുകൾ തന്നെ നിങ്ങൾക്ക് ഇനഫാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. നമ്മൾ കോർഡിനേഷൻ കെമിസ്ട്രിയിൽ ഇന്ന് ചെറിയൊരു പോർഷനാണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിലും കോർഡിനേഷൻ കെമിസ്ട്രിയിൽ CSIR എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ്. സാധാരണ ആദ്യം ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ നമ്മൾ മെറ്റലിനെ പറ്റിയിട്ടും ലിഗാൻഡിനെ പറ്റിയിട്ടും അതിന്റെ ചാർജ്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാൽക്കുലേഷൻ, നോമൻക്ലേച്ചർ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയില്ല, നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് ടോപ്പിക്കിലേക്ക് പോകും. അത് കഴിഞ്ഞ് വരുന്ന ഏറ്റവും മേജർ ആയിട്ടുള്ള സെക്ഷനാണ് തിയറീസ്. തിയറീസ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ടും പഠിക്കുന്ന തിയറീസ് ആണ്. ഒന്ന് വേർണേഴ്സ് കോർഡിനേഷൻ തിയറി, വേറൊരെണ്ണം വാലൻസ് ബോണ്ട് തിയറി, നെക്സ്റ്റ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങിനെ പറ്റി നമ്മൾ പറയാവുന്ന ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, ദെൻ മോളിക്കുലർ ഓർബിറ്റൽ തിയറി. ഈ ഓരോ തിയറിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നൊക്കെ പ്രീവിയസ് ഇയർ CSIRൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണാവുന്നതാണ്. നെക്സ്റ്റ് പിന്നീടുള്ള പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഇലക്ട്രോണിക് സ്പെക്ട്രയാണ്. അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട്, അതിന് പെർട്ടിക്കുലർ ഒരു കളർ അത് കാണിക്കും, അത് UV വിസിബിൾ അബ്സോർപ്ഷൻ നടത്തും, ഒരു കളറ് കാണിക്കുന്നുണ്ട്, എന്തായിരിക്കാം ആ കളറിന് കാരണം. അതാണ് നമ്മൾ ഇലക്ട്രോണിക് സ്പെക്ട്ര ഓഫ് മെറ്റൽ കോംപ്ലക്സസിൽ ഡിസ്കസ് ചെയ്യുന്നത്. അവിടെയാണ് നിങ്ങൾ ഓർഗൽ ഡയഗ്രം കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. ദെൻ മാഗ്നറ്റിക് സ്പെക്ട്രയാണ് പിന്നീട് വരുന്നത്, സ്പിൻ ഓൺലി ആൻഡ് സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ്. ഇതിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് എന്നും ചോദിക്കാറുള്ളതാണ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു പോർഷൻ, റീസെന്റ് ആയിട്ട് കോർഡിനേഷൻ കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെയും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഏരിയ ആണ് കൈനറ്റിക്സ് ആൻഡ് റിയാക്ഷൻ മെക്കാനിസം ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ദെൻ നമ്മൾ CSIR ക്വസ്റ്റ്യൻസിൽ ഫോക്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ചാപ്റ്ററിലേക്ക് എൻ്റർ ചെയ്യാണ്. കോർഡിനേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, മോളിക്കുലർ കോമ്പൗണ്ട്സ്. മോളിക്കുലർ കോമ്പൗണ്ട്സ് രണ്ട് തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്.
ഒന്ന് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്നും മറ്റൊന്ന് ഡബിൾ സാൾട്സ് എന്നുമാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇതിനെ കുറച്ചുകൂടെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ മോളിക്കുലർ കോമ്പൗണ്ട്സ് അതിന്റെ ഐഡന്റിറ്റി സൊല്യൂഷനിൽ പോകുന്ന ടൈപ്പ് കോമ്പൗണ്ട്സ് ആണെങ്കിൽ, എന്ന് വെച്ചാൽ നമ്മൾ ഒരു കോമ്പൗണ്ടിനെ എടുത്ത് ഡിസോൾവ് ചെയ്യുമ്പോൾ അത് അതിന്റെ കോൺസ്റ്റന്റ് അയോൺസ് ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഡബിൾ സാൾട്സ് എന്ന് പറയുന്നത്. അല്ല, ഒരു കോമ്പൗണ്ട്, ഒരു മോളിക്കുലർ കോമ്പൗണ്ട് അതിന്റെ ഐഡന്റിറ്റി റീറ്റെയിൻ ചെയ്യാണ്, ഡിസൊല്യൂഷൻ നടക്കുമ്പോഴും അതിന്റെ ഐഡന്റിറ്റി റീറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, അത് യാതൊരു തരത്തിലുള്ള കൗണ്ടർ അയോൺസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നില്ല എങ്കിൽ അത്തരം കോമ്പൗണ്ട്സിനെയാണ്, ഒരു കോർഡിനേഷൻ എൻറ്റൈറ്റി ഉള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ എന്ത് പറയാം, മോളിക്കുലർ കോമ്പൗണ്ട്സിലെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഞാനിവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഡബിൾ സൈഡിന് പൊട്ടാഷ് ആലം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ലാബിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പൊ പൊട്ടാഷ് ആലത്തിൽ നമ്മൾ പൊട്ടാഷ് ആലം എടുത്തു കഴിഞ്ഞാൽ അതിലെ കോൺസ്റ്റന്റ് അയോൺസ് ആയിട്ട് പൊട്ടാഷ്യം ആയിട്ടും അലൂമിനിയം ആയിട്ടും സൾഫേറ്റ് ആയിട്ടും വാട്ടർ ആയിട്ടും അതിന്റെ ഓരോ പോർഷനും ഡിസോൾവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ K4FeCN6 പ്രഷ്യൻ ബ്ലൂ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൽ കൗണ്ടർ അയോൺ ആയിട്ടുള്ള പോസിറ്റീവ് അയോൺ അവിടെ പോകുന്നുണ്ടെങ്കിലും കോർഡിനേഷൻ സ്പിയറിന്റെ അകത്തുള്ള ആള് അയേണും സയനോ ലിഗാൻഡും അവിടെ യാതൊരു മാറ്റവും സംഭവിക്കാതെ ആ കോർഡിനേഷൻ സ്പിയർ ആയിട്ട് തന്നെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത്, പഠിക്കുന്നത്. ഓക്കെ, എന്താണ് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട്? അതിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിൽ സാധാരണയായിട്ട് ഏറ്റവും മെയിൻ ആയിട്ട് എന്തെന്നെ ഉണ്ടാവണം? ഒരു സെൻട്രൽ മെറ്റൽ വേണം. അതാണ് M എന്നതുകൊണ്ട് ഞാനിവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ലിഗാൻസ് വേണം. ലിഗാൻസ് ഇപ്പോൾ 4 ആവാം, 6 ആവാം, 5 ആവാം. അത് നമ്മൾ പിന്നീട് പറയും എന്തൊക്കെയാണ് ഓരോ കോർഡിനേഷൻ മെറ്റലിന് ചുറ്റും ഓരോ ലിഗാൻസ് വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് അതിൽ ലിഗാൻസ് വരുന്ന സമയത്ത് അതിന്റെ ജോമെട്രി മാറുന്നത്. ഓക്കെ, ഇനി ഇവരുണ്ടാക്കുന്ന ബോണ്ട് എന്താണ്, അതിനെ പറ്റിയിട്ടാണ് തിയറീസ് പറയുന്നത്. ഓരോ തിയറിയും ഓരോ ടൈപ്പ് ബോണ്ടിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. കോർഡിനേറ്റ് ബോണ്ട്, കോർഡിനേറ്റ് കോവാലന്റ് ബോണ്ട്, അയോൺ അയോൺ ഇന്ററാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് പറയാനുണ്ട്. ദെൻ കോർഡിനേഷൻ നമ്പർ. ഒരു മെറ്റലിന് ചുറ്റും 6 ലിഗാൻസ് ആണെങ്കിൽ ആ കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. 6 ലിഗാൻസ്, എത്ര ലിഗാൻസ് ചുറ്റപ്പെട്ട് കിടക്കുന്നു. ദെൻ കോർഡിനേഷൻ സ്പിയർ, അതിൽ എന്തൊക്കെ ഉണ്ടാവും? മെറ്റൽ ഉണ്ടാവും, ലിഗാൻഡ് ഉണ്ടാവും, അതിന്റെ ചാർജ് ഉണ്ടാവും. ഇതൊക്കെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ആളാണ് കോർഡിനേഷൻ സ്പിയർ. ദെൻ ഓക്സിഡേഷൻ നമ്പർ ഉണ്ടാവും, കോർഡിനേഷൻ പോളിഹെഡ്രൽ എന്ന് പറയുന്ന സ്ട്രക്ചർ, അതാണ് നമ്മുടെ കോർഡിനേഷൻ സ്പിയർ. ഇതിന്റെ അകത്ത് ഇതൊക്കെ ഉണ്ടാവും. ഇതിൽ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനും കൃത്യമായ വഴികളുണ്ട്. അത് തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും തെറ്റ് പറ്റാതെ ഒരു മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ നമ്മൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഫസ്റ്റ്, കോർഡിനേഷൻ പഠിക്കുന്ന കുട്ടികളോട് നമ്മൾ CSIR പഠിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത്, കോർഡിനേഷൻ കെമിസ്ട്രി പഠിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും ഡി ബ്ലോക്ക്, എപ്പോഴും നമ്മൾ പീരിയോഡിക് ടേബിൾ കംപ്ലീറ്റ് അറിഞ്ഞിരിക്കുക CSIR പഠിക്കുന്ന ആൾക്കാര്. പക്ഷെ ഡി ബ്ലോക്ക് എലമെന്റ്സ് കംപ്ലീറ്റ് അറിയുന്ന ഒരാൾക്ക് മാത്രമേ, അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കംപ്ലീറ്റ് അറിയുന്ന ഒരാൾക്ക് മാത്രമേ നമ്മുടെ ഇതിലുള്ള പ്രോബ്ലംസ് കൃത്യമായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ ഒരു റെഡ് മാർക്ക് ചെയ്തിട്ട് റൗണ്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു പോർഷൻ നോക്കാം. അതാണ് നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സ്. സ്കാൻഡിയം തൊട്ട് സിങ്ക് വരെയും അതിന്റെ താഴെ വരുന്ന ഗ്രൂപ്പിലുള്ള ആൾക്കാരുമാണ് നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. എന്തുകൊണ്ടാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്ന മെറ്റൽസ്, എന്തുകൊണ്ടാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്? ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം. ഡി ബ്ലോക്ക് എലമെന്റ്സ് മാത്രമല്ല കോർഡിനേഷൻ കോമ്പൗണ്ട് ഉണ്ടാക്കുക, പക്ഷെ മെജോറിറ്റി കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നത് ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. എന്തുകൊണ്ടായിരിക്കാം ഇവര് മാത്രം ഇങ്ങനെ ഒരു രീതിയിൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നത്? അതിന്റെ റീസൺസ് ഈ 3 കാര്യങ്ങളാണ്. ഒന്ന്, അവർക്ക് സൈസ് വളരെ കുറവാണ്. സൈസ് കുറയുന്നത് കൊണ്ട് തന്നെ ഒരു മെറ്റലിനെ ബാക്കി അതിന്റെ ചുറ്റും ബാക്കി വരുന്ന പോർഷൻസിൽ ലിഗാൻഡിനെ അറ്റാച്ച് ചെയ്യാനുള്ള കേപ്പബിലിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് 4 ലിഗാൻഡിനോ 6 ലിഗാൻഡിനോ 5 ലിഗാൻഡിനോ അതിന്റെ അടുത്തേക്ക് വരാൻ പറ്റും. സ്മോൾ സൈസ് ഒരു മാറ്ററാണ്. ദെൻ ഹൈ അയോണിക് ചാർജ്. അയോണിക് ചാർജ് കൂടുതൽ കാണിക്കുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇപ്പോൾ മാംഗനീസ് എടുക്കുകയാണെങ്കിൽ
മാംഗനീസിന് +2 ഉണ്ട്, +3 ഉണ്ട്, അതുപോലെ +5 വരെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പോസിബിൾ ആണ് മാംഗനീസ്. അതേപോലെ അയണിന് +2 +3 ഉണ്ട്, കൊബാൾട്ടിന് +2 ഉണ്ട്, +3 ഉണ്ട്, നിക്കലിന് അതേപോലെ +2 ഉണ്ട്. ഇങ്ങനെ വേരിയസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തുകൊണ്ടാണ് ഇവർ കാണിക്കുന്നത്? ബിക്കോസ് ഇറ്റ് ഹാവ് വേക്കന്റ് ഡി ഓർബിറ്റൽസ്. അവൈലബിലിറ്റി ഓഫ് വേക്കന്റ് ഡി ഓർബിറ്റൽസ് ആണ് ഡി ബ്ലോക്കിനെ മറ്റ് എലമെന്റ്സിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഡി ബ്ലോക്കിന്റെ വേക്കന്റ് ഡി ഓർബിറ്റൽസ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ബോണ്ടിങ് ഉണ്ടാക്കാൻ കൂടുതൽ പറ്റും, കോർഡിനേഷൻ കോമ്പൗണ്ട്സ് കൂടുതൽ ഉണ്ടാക്കാം. ദെൻ അതേപോലെ ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കാനും പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവുക. ഇതാണ് റീസൺ എന്നുള്ളത് മനസ്സിലാക്കുക. അതോടൊപ്പം നിങ്ങൾ ഡി ബ്ലോക്ക് എലമെന്റ്സ് 3D സീരീസും 4D സീരീസും ആൻഡ് 5D സീരീസും കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3D പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എന്ത് പഠിക്കാം? 4Dയും 5Dയും പഠിക്കാൻ പറ്റും. ചെറിയ ചെറിയ വേരിയേഷൻ ചിലയിടത്ത് ഉണ്ടാവും, ഡ്യൂ ടു സം ഇനേർട്ട് പെയർ എഫക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട്. പക്ഷെ അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ചെറിയ വേരിയേഷൻ മാത്രമാണ്. സ്കാൻഡിയം 3D1 ഫോറസ്റ്റും ആണെങ്കിൽ ദെൻ നെക്സ്റ്റ് വരുന്ന ആള് അതേപോലെ 4D1 ഫോറസ്റ്റും ആയിരിക്കും 4D സീരീസിൽ. 5D സീരീസിൽ ലന്താനം വരുമ്പോൾ 5D1 6s2 ആവും. അപ്പോൾ NS-ND അത് മാത്രമേ മാറും. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഓക്കെ, ഇത് ശ്രദ്ധിക്കുക, നിങ്ങൾ പഠിക്കുക. ഇത് വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല, നിങ്ങൾ തന്നെ പഠിച്ചിരിക്കുക എല്ലാത്തിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതേപോലെ ലിഗാൻസ്, മെറ്റലിന്റെ കാര്യമാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്, അതേപോലെ ഇമ്പോർട്ടന്റ് ആണ് ലിഗാൻസിന്റെ കാര്യം. ലിഗാൻസ് ക്ലോറിൻ, ബ്രോമിൻ ഇങ്ങനെ പറയുന്ന ഹാലോ ലിഗാൻസ് ഒരു കാറ്റഗറിയാണ്. സയനോ പോലെയുള്ള ലിഗാൻസ് വേറൊരു കാറ്റഗറിയാണ്. അതേപോലെ ഹൈഡ്രോക്സോ ലിഗാൻസ്, അക്വ, ഇതൊക്കെ നിങ്ങൾക്ക് ചെറിയ +2 ക്ലാസ് തൊട്ട് ഓരോ ലിഗാൻസും കോർഡിനേഷൻ കോമ്പൗണ്ട്സിലും നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതിന്റെ IUPAC നെയിമും നോർമൽ നെയിമും നിങ്ങൾ പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിലെ ചാർജ് ആണ്. ഇപ്പൊ ക്ലോറോ എന്ന ലിഗാൻഡ് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ചാർജ് എന്ന് പറയുന്നത് ഇവിടെ ക്ലോറോ ഞാൻ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് -1 ആണ്. -1 ചാർജ് ആണ് ഹാലോ ലിഗാൻസിന് എന്നുള്ള ഒരു അറിവുള്ള ഒരാൾക്ക് അങ്ങനെ ഒരു കോമ്പൗണ്ട് തന്നു കഴിഞ്ഞാൽ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഞാൻ ഈ തന്ന ടേബിളിലുള്ള എല്ലാത്തിന്റെയും ചാർജ്, അതിന്റെ പേരും IUPAC നെയിമിംഗ് നമ്മൾ പഠിക്കുന്ന നേരത്ത് നമ്മൾ ഈ നെയിമിംഗ് ആണ് IUPAC കൊടുത്തിരിക്കുന്ന നെയിം വെച്ചിട്ടാണ് അവിടെ ലിഗാൻഡിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ദെൻ ലിഗാൻസിന് തന്നെ നമുക്ക് വേണമെങ്കിൽ പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ആനോണിക് ലിഗാൻസ് എന്നും ന്യൂട്രൽ ലിഗാൻസ് എന്നും കാറ്റോണിക് ലിഗാൻസ് എന്നും ഒക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കാം. അതിന്റെ ഒപ്പം അതിന്റെ ചാർജ് കൂടെ നിങ്ങൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ SCN CO3 2- എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് കാര്യങ്ങൾ. CO3 കാർബോണേറ്റ് ലിഗാൻഡ് എന്ന് പറയുമ്പോൾ തന്നെ CO3 2- എന്ന് നമുക്ക് കിട്ടും. Cl- -1 ആണ് ചാർജ്. ഇപ്പൊ H2O ഇല്ല, ചാർജ് ഇല്ല. NH3 ചാർജ് ഇല്ല. അപ്പൊ ന്യൂട്രൽ ആയിട്ടുള്ള ആളുണ്ട്, ആനോണിക് ആയിട്ടുള്ള ലിഗാൻഡ് ഉണ്ട്, NO2+, നൈട്രോണിയം എന്ന് പറയുന്ന ഒരു ലിഗാൻഡ് ഉണ്ട്. അപ്പൊ ഓരോന്നിന്റെ ചാർജിന്റെ കൂടെ തന്നെ പഠിച്ചു വെച്ചാൽ നമുക്കത് ഹെൽപ്ഫുൾ ആവുന്നത് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണുമ്പോഴാണ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണുന്നത് എങ്ങനെയാന്നുള്ളത് ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് ഈ ചാർജ് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അതുപോലെ കോർഡിനേഷൻ കോമ്പൗണ്ടിലെ ബേസിക്സിൽ നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് ഡെൻസിറ്റി. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ആറ്റം ഇൻ എ ലിഗാൻഡ് ദാറ്റ് ബൈൻഡ് ടു എ സെൻട്രൽ മെറ്റൽ. ഇനി ഈ ഡെൻസിറ്റി പല തരത്തിലുണ്ട്. യൂണിഡെൻഡേറ്റ് ലിഗാൻസ് ഉണ്ട്, ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ഉണ്ട്, അതേപോലെ പോളിഡെൻഡേറ്റ് ലിഗാൻസും ഉണ്ട്. യൂണി എന്ന് പറയുന്ന പേരിൽ തന്നെ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. 1 ആറ്റം ഇൻ എ ലിഗാൻഡ് ബൈൻഡ് ടു സെൻട്രൽ മെറ്റൽ. ഒറ്റൊരു ആള് മാത്രമേ അവിടെ ബൈൻഡ് ചെയ്യുന്നു, ഒറ്റ ആറ്റം മാത്രമേ മെറ്റലുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ H2O, NH3, ഹാലജൻ, ഇതൊക്കെയും യൂണിഡെൻഡേറ്റ് ലിഗാൻസ് ആണ്. ദെൻ നെക്സ്റ്റ് വരികയാണെങ്കിൽ ബൈഡെൻഡേറ്റ്. ബൈഡെൻഡേറ്റിന് 2 ആറ്റം, 2 atoms in a ligand bind to central metal atom. For example, ethane 1,2-diamine, oxalate ion, dimethyl glyoxine ഇങ്ങനെയുള്ള ആൾക്കാർ. ഞാൻ ഇവിടെ ഒരു അബ്രീവിയേറ്റഡ് ലിഗാൻസ് എന്ന് പറഞ്ഞ പ്രീവിയസ് സ്ലൈഡിൽ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. ഈഥെയ്ൻ 1,2-diamine EN എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്സലേറ്റ് അയോൺ OX എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എഥിലീൻ ഡയമീൻ എന്ന് പറയുന്നത് EDTA, എഥിലീൻ ഡയമീൻ ടെട്രാസെറ്റേറ്റ്, നമ്മൾ കോംപ്ലക്സോമെട്രിയിൽ യൂസ് ചെയ്യുന്ന റിയേജന്റ് ആണ്. പിരിഡിൻ PY, ഇവരൊക്കെ അബ്രീവിയേറ്റഡ് ആണ്. എല്ലാത്തിനെയും നമ്മൾ കംപ്ലീറ്റ് നെയിം അങ്ങ് എഴുതാൻ നമുക്ക് പറ്റില്ല. ഓക്കെ,
അതുകൊണ്ട് അതിനെയൊക്കെ നമ്മൾ ചുരുക്കിയിട്ടാണ് ഇവിടെ EN എന്നാണ് റെപ്രസെന്റ് ചെയ്യുക, ഇവിടെ OX എന്നാണ് റെപ്രസെന്റ് ചെയ്യുക, ഇവിടെ DMG എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. അങ്ങനെ ചില ചുരുക്ക പേരുകൾ അബ്രീവിയേറ്റഡ് ലിഗാൻസ് ഉണ്ട് എന്നുള്ളത് അറിയാം. അതിൽ ബൈഡൻഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ മെറ്റൽ ആറ്റമായിട്ട് ഇവിടെ നൈട്രജൻ, ഇത് നൈട്രജൻ ആണ്, ഇതിന്റെയും ഇവിടെ നൈട്രജൻ ആണ്. അപ്പോൾ മെറ്റൽ വരുമ്പോൾ ഇവിടെ ഈ രണ്ട് നൈട്രജൻ ആണ് എന്ത് ചെയ്യുക, ബൈൻഡ് ചെയ്യുക. നൈട്രജൻ, ഈ രണ്ട് നൈട്രജനും മെറ്റലായിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെ ബൈൻഡ് ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചീലേറ്റ് അല്ലെങ്കിൽ കീലേറ്റ് സ്ട്രക്ചേഴ്സ് അതിന് ഉണ്ടാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ റിംഗ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബൈഡൻഡേറ്റ് ലിഗാൻസിനും എന്താ ചീലേറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കാം, അതേപോലെ പോളിഡൻഡേറ്റ് ലിഗാൻസിനും ചീലേറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കാം. അത് ഡിപ്പെൻസ്, പല ലിഗാൻഡിന്റെയും നേച്ചറിനനുസരിച്ചിട്ട് നമുക്കത് മാറും. ഓക്കെ, ഓക്സലേറ്റ് അതുപോലെ ഒരു ബൈഡൻഡേറ്റ് ആണ്. ഇതിലെ 2 ഓക്സിജൻ ഇവിടെ ഇതിന്റെ ഡെൻസിറ്റി 2 ഓക്സിജൻ കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് അതും എന്താണ് ഒരു ബൈഡൻഡേറ്റ് ലിഗാൻസ് ആണ്. നെക്സ്റ്റ് വരുന്ന ആളെന്ന് വെച്ചാൽ പോളിഡെൻഡേറ്റ് ലിഗാൻസ് ആണ്. പോളിഡെൻഡേറ്റ് ഓർ മൾട്ടി ഡെൻഡേറ്റ് ലിഗാൻസിൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ ഇവിടെ ഒരു മെറ്റലിനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഈ മെറ്റല്, ഈ ഡെൻഡേറ്റ് നമ്മൾ പറഞ്ഞു എത്തിലീൻ, എത്തിലീൻ എന്ന് പറയുന്നത് CH2 ആണ്. ഡൈഅമീൻ, ഡൈഅമീൻ എന്ന് പറയുമ്പോൾ ഒരു 2 നൈട്രജൻ 2 സൈഡിൽ വരും. ഈ ഡൈഅമീനുമായിട്ട് 4 അസറ്റിക് ആസിഡ് ഗ്രൂപ്പുകൾ കമ്പൈൻ ചെയ്ത് വെച്ചിരിക്കുക. അതിൽ ആ അസറ്റിക് ആസിഡിലെ ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ സാധാരണ ടെട്രാപ്രോട്ടിക് ആസിഡ് എന്ന് പറയും. ടെട്രാപ്രോട്ടിക് ആസിഡ് എന്ന് പറയും. സോ ആ 4 ഹൈഡ്രജനെ ലിബറേറ്റ് ചെയ്യാൻ പറ്റും ഇരിറ്റേറ്റ്, അങ്ങനെ ടെട്രാ അസറ്റേറ്റ് ആവും. അതിനെയാണ് നമ്മൾ ലിഗാൻഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആ ലിഗാൻഡിലെ 2 നൈട്രജനും ബാക്കി 4 ഓക്സിജനും കൂടെ കീലേറ്റ് സ്ട്രക്ചർ ഫോം ചെയ്തിട്ടാണ് മെറ്റൽ EDTA കോംപ്ലക്സ് ഉണ്ടാക്കുന്നത്. അതാണ് കോംപ്ലക്സോമെട്രിയിലെ തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യാൻ കീലേറ്റ് ലിഗാൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ EDTക്ക് പറ്റും. ഇപ്പം 2 നൈട്രജനും 4 ഓക്സിജനും അവിടെ ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ട്, മെറ്റലായിട്ട് ബൈൻഡ് ചെയ്യാൻ ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ട് അതിനെ നമുക്ക് ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയാം. ഇതൊക്കെ വളരെ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഹെക്സാഡെൻഡേറ്റ് ലിഗാൻസിന്റെ ഒരു പിക്ചർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് EDTയുടെ. ഇവിടെ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എത്തിലീൻ ഡൈഅമീൻ EN ആണ്. ഈ EN മെറ്റലുമായിട്ട് ബൈൻഡ് ചെയ്തതാണ് ഒന്നാമത്തെ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ചീലേറ്റിംഗ് ലിഗാൻസിന് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഒന്നിൽ കൂടുതൽ ആറ്റത്തിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുകയും അവരെ ഒരു റിംഗ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാക്കുകയും ചെയ്യും. അത്തരം സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുന്ന കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഹൈലി സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ട് എന്ന് അറിഞ്ഞു വെക്കുക. അതേപോലെ ആംബിഡെൻഡേറ്റ് ലിഗാൻസും ഡിഫറെന്റ് ആണ്. അതായത് ഇപ്പോ ഒന്നാമത്തെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നൈട്രിറ്റോ N ആണ്, ഇത് നൈട്രിറ്റോ O ആണ്. നൈട്രിറ്റോ Nല് മെറ്റൽ നൈട്രജനായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്നു, പക്ഷെ നൈട്രിറ്റോ Oയില് മെറ്റൽ ഓക്സിജനായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്നു. രണ്ടാളും NO2 ആണ് അല്ലെ. NO2നെ നമ്മൾ നൈട്രജനായിട്ട് ബൈൻഡ് ചെയ്തതിന് MN ബോണ്ട് ഉണ്ടാക്കുന്നതായിട്ടും ONO എന്ന് പറയുമ്പോൾ M ഓക്സിജൻ ബോണ്ട് ഉണ്ടാക്കുന്നതായിട്ടും നമ്മൾ സൂചിപ്പിക്കുന്നു. അങ്ങനെ ഹാവിങ് 2 different donor atoms but use 1 atom at a time for bonding, ആ ടൈപ്പ് ലിഗാൻസിനെയാണ് നമ്മൾ ആംബിഡെൻഡേറ്റ് ലിഗാൻസ് എന്ന് പറയുന്നത്. അതിന്റെ വേറൊരു എക്സാമ്പിൾ ആണ് തയോസയനൈഡും ഐസോതയോസയനൈഡും. ഓക്കെ, അത് വേറൊരു ക്ലാസ് ആണ്. അതേപോലെ ഇത്രയാണ് ലിഗാൻസിനെ പറ്റി പറയാനുള്ളത്. ഇങ്ങനെ നമ്മൾ ആദ്യം പറഞ്ഞ മെറ്റലും ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ലിഗാൻസും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഒരു കോർഡിനേഷൻ സ്ഫിയർ ഫോം ചെയ്യുന്നത്, ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. അപ്പൊ കോർഡിനേഷൻ നമ്പർ 6 ആയിട്ടുള്ള ആളെ നമ്മൾ ഒക്ടാഹെഡ്രൽ എന്ന് വിളിക്കും. അതിന്റെ ജിയോമെട്രി ഒക്ടാഹെഡ്രൽ ആണ്. കോർഡിനേഷൻ നമ്പർ 4 ആയിട്ടുള്ള ആളുടെ ജിയോമെട്രി നമ്മൾ ടെട്രാഹെഡ്രൽ എന്ന് പറയും. കോർഡിനേഷൻ നമ്പർ 7 ആകുമ്പോൾ പെന്റഗണൽ, ബൈപിരമിഡ്, അങ്ങനെ പല ജിയോമെട്രിയിലുള്ള കോംപ്ലക്സുകൾ ഉണ്ടാവും. ഇപ്പൊ K4Fe2CN6 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ. K4 ഒരു കൗണ്ടർ അയോൺ ആണ്, അയൺ ഒരു സെൻട്രൽ മെറ്റൽ ആണ്, Cn- സയനോ ഒരു ലിഗാൻഡ് ആണ്. അപ്പൊ ഒരു കോർഡിനേഷൻ സ്ഫിയറിന്റെ അകത്ത് ആരൊക്കെ ഉണ്ടാവും? ഒരു മെറ്റൽ ഉണ്ടാവും, ലിഗാൻഡ് ഉണ്ടാവും, അതേപോലെ അതിന്റെ കോർഡിനേഷൻ നമ്പർ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ മുകളിൽ അതിന്റെ ചാർജ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ നമുക്ക് ഒരു കോർഡിനേഷൻ സ്ഫിയറിൽ പ്രതീക്ഷിക്കാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഓക്സിഡേഷൻ നമ്പർ കാണാന്നുള്ളത്
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കോർഡിനേഷൻ കെമിസ്ട്രിയിൽ. അതിന്റെ ക്വസ്റ്റ്യൻസ് പണ്ടൊക്കെ സ്ഥിരമായിട്ട് വരാറുണ്ടായിരുന്നു, ഇപ്പൊ കുറവാണ്. എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക, കാരണം എക്സാം പാറ്റേൺ എപ്പോഴാണ് മാറി മാറി അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങളത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയണ കാര്യമായിരിക്കും. ഞാനിപ്പോ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, K4SeCl3. ഇത് ആദ്യം ഇങ്ങനൊരു കോംപ്ലക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മള് ഒരു കോംപ്ലക്സിന് അല്ലെങ്കിൽ ഒരു സോൾട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ NaCl ഒരു സോൾട്ട് ആണ്. NaCl നമ്മൾ Na+ എന്നും Cl- എന്നും റെപ്രസെന്റ് ചെയ്യും. അതേപോലെ നമുക്ക് തരുന്നത് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് അടങ്ങിയ ഒരു സോൾട്ട് ആണ്. അതിലൊരു പോസിറ്റീവ് ഭാഗം ഉണ്ടാവും, ഒരു നെഗറ്റീവ് ഭാഗം ഉണ്ടാവും. ആ പോസിറ്റീവ് ഭാഗത്തിനെയും നെഗറ്റീവ് ഭാഗത്തിനെയും സോൾട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത് പോലെ തന്നെ നിങ്ങൾ ആദ്യം തന്നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. എന്നിട്ട് ഇവിടെ നമുക്ക് വേണ്ട നമ്മുടെ കോർഡിനേഷൻ സ്ഫിയറിനെ സെലക്ട് ചെയ്യുക. ദെൻ സെൻട്രൽ മെറ്റലിനെ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ ആണെങ്കിൽ അത് അയൺ ആണ്. അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ അതിന് X എന്ന് റെപ്രസെന്റ് ചെയ്യുകയും സയനൈഡ് ലിഗാൻഡിന്റെ ചാർജ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഞാൻ പറഞ്ഞു. അപ്പൊ 6 സയനൈഡ് ലിഗാൻഡ് ഉണ്ടാകുമ്പോൾ 6 × -1 -6 വരും. ഇനി അതിന്റെ മുകളിലുള്ള ചാർജ് എന്ന് പറയുന്നത് -4 ആണ്, ഓൾറെഡി തന്നിട്ടുണ്ട്. അതായത് ഇവിടെ K4 ആയതുകൊണ്ട് 4K+ന് കറസ്പോണ്ടിങ് നെഗറ്റീവ് ചാർജ് 4 ആണ്. സോ 4-. എന്നാൽ മാത്രമേ ആസ് എ ടോട്ടൽ നമുക്കൊരു സോൾട്ടിനെ ന്യൂട്രൽ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഇത്രയും കിട്ടിയാൽ നമ്മൾ ജസ്റ്റ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ X + -6 എന്ന് പറയുന്നത് -4നെ ഇക്വേറ്റ് ചെയ്യുക. Xന്റെ വാല്യൂ നമുക്ക് +2 എന്ന് കിട്ടും. സോ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് തെറ്റുകൂടാതെ നമുക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ പറ്റിയിട്ടല്ല മെയിൻ ആയിട്ട് പറയണത്. അതുകൊണ്ട് ഞാൻ ഇതൊരു വർക്കൗട്ട് ആയിട്ട് നിങ്ങൾക്ക് തരികയാണ്. ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നമ്മൾ വേറെ ടോപ്പിക്കിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് പോകേണ്ടത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പോകുന്നു എന്ന് മാത്രം. ഇനി ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ കാര്യത്തിലായാലും നോമൻക്ലേച്ചറിന്റെ കാര്യത്തിലായാലും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കൂ. ഇതേ രീതിയിൽ എല്ലാ മെത്തേഡിലും ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കൂ. അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ തിയറീസ് ആണ്. തിയറീസ് പറഞ്ഞിട്ട് അല്ല ഞാൻ അതിന്റെ ഒരു സ്പെസിഫിക് പോർഷൻ മാത്രമാണ് ഇത് പറയുന്നത്, അതിന്റെ പ്രോബ്ലം ആണ് ചെയ്യുന്നത്. അപ്പോൾ തിയറി 4 ടൈപ്പ് ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു. ഒന്ന് വെർണേഴ്സ് കോർഡിനേഷൻ ആണ്, മറ്റൊന്ന് വാലൻസ് ബോണ്ട് തിയറി ആണ്, നെക്സ്റ്റ് ക്രിസ്റ്റൽ ഫീൽഡ് ആണ്, മറ്റൊന്ന് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി ആണ്. ഈ 4 തിയറിയും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ ഇതെല്ലാം ഡിസ്കസ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്കിത് പോസിബിൾ അല്ലാത്തത് കൊണ്ട് ഞാൻ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിന്റെ ചെറിയൊരു പോർഷൻ മാത്രമാണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതില് ആദ്യം ക്രിസ്റ്റൽ ഫീൽഡിന്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. നിങ്ങൾ ഡി ഓർബിറ്റൽസിന്റെ കാര്യം മുന്നേ പഠിച്ചിട്ടുണ്ട്. ഡി ഓർബിറ്റൽസ് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഒന്ന് dz² ആണ്, ഞാനിവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് dz²നെ. നെക്സ്റ്റ് dx² - y² ആണ്. അത് കൂടാതെ ട്രിപ്ലി ഡീജനറേറ്റ് ആയിട്ടുള്ള ആൾക്കാർ dxy-ഉം dxz-ഉം dyz-ഉം ആണ് അല്ലെ. അപ്പൊ നിങ്ങൾ ഡിഗ്രി ക്ലാസ്സിലും PG ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്നുണ്ട്. ഡി ഓർബിറ്റൽസ് എല്ലാം നമ്മൾ എങ്ങനെയാ ഡി ഓർബിറ്റൽസിനെ എഴുതാം? എല്ലാം ഈക്വൽ എനർജിയിലാണ്. 1 2 3 4 5 ഈക്വൽ എനർജിയിലാണ് എഴുതാം. ദാറ്റ് ഈസ് ഡീജനറേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റിലാണ് അവരെല്ലാവരും ഇരിക്കുന്നത്. ഇതിന്റെ ഈ ഡീജനറസി എന്ന് പറയുന്ന പ്രോപ്പർട്ടി ലിഗാൻഡിന്റെ അപ്രോച്ച് വരുമ്പോൾ, മെറ്റൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഈ ഡീജനറേറ്റ് സ്റ്റേറ്റ് ഇതുപോലെ ഉണ്ടാവുക, സെയിം എനർജി ലെവലിൽ. ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുമ്പോൾ കോംപ്ലക്സ് ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടാവണം? ലിഗാൻഡ് അപ്രോച്ച് ചെയ്യണം. ലിഗാൻഡ് അപ്രോച്ച് ഉണ്ടാവുമ്പോൾ ഈ ഡീജനറസി നഷ്ടപ്പെടുകയും ഇവര് നോൺ ഡീജനറേറ്റ് സ്റ്റേറ്റിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ പോകുമ്പോഴാണ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ ഒരു രീതിയിലും ടെട്രാഹെഡ്രൽ കോംപ്ലക്സിൽ വേറൊരു രീതിയിലാണ് ഈ ഡീജനറസി നഷ്ടപ്പെടുക. അതിനെപ്പറ്റി പറയുന്ന തിയറിയാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. അപ്പൊ അത് ഏത് രീതിയിലാണെന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. ഡി ഓർബിറ്റൽസ്, ഇവിടെ ഞാൻ ഒരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ ഇവിടെ സെൻട്രൽ പ്ലസ് ചാർജ് കാണിച്ചിരിക്കുന്നത് മെറ്റലാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം 6 ലിഗാൻഡ്സ് ആണ് അപ്രോച്ച് ചെയ്യുന്നത്. ഈ 6 ലിഗാൻഡ്സും എലോങ് ദ ആക്സിസ് Z, X, Y
എലോങ് ദ ആക്സിസ് ആണ് നമ്മുടെ ഈ മെറ്റലിനെ അപ്രോച്ച് ചെയ്യുന്നത്. എലോങ് ദ ആക്സിസ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഡി ഓർബിറ്റൽസിനും ഇങ്ങനെ ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ 3d² നോക്കുകയാണെങ്കിൽ z ആക്സിസിലൂടെ എലോങ് ദ ആക്സിസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഓർബിറ്റലാണ് ഒന്ന് d². മറ്റൊന്ന് നോക്കൂ, എക്സിലെയും വൈയിലെയും അപ്രോച്ച് ചെയ്യുന്ന ലോബ്സ് ആണ് ആർക്കുള്ളത്, dx² - y². പക്ഷെ എക്സ് വൈയും എക്സ് സെഡും വൈ സെഡും നോക്കിക്കഴിഞ്ഞാൽ ഇവരൊക്കെ ഇൻ ബിറ്റ്വീൻ ദ ആക്സിസ് ആണ് ഓറിയന്റ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ക്വാണ്ടം മെക്കാനിക്കലെയും ഗ്രൂപ്പ് തിയറിയിലെയും കൺസെപ്റ്റുകളാണ്. ഇതിന്റെ ഷേപ്പും കാര്യങ്ങളും ഒക്കെ നമ്മൾ തിയററ്റിക്കൽ കെമിസ്ട്രിയിൽ പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം ഈ 5 ഡി ഓർബിറ്റൽസിൽ 3 ഇൻ ബിറ്റ്വീൻ ദ ആക്സിസ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഡി ഓർബിറ്റൽസും ബാക്കി 2 എലോങ് ദ ആക്സിസ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഡി ഓർബിറ്റൽസും ആണ്. അപ്പോ ഇവിടെ 6 ലിഗാൻഡ്സ് ഈ മെറ്റലിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ എലോങ് ദ ആക്സിസ് ഇരിക്കുന്ന ഡി ഓർബിറ്റൽസിന് കൂടുതൽ മെറ്റൽ ലിഗാൻഡ് ഇന്ററാക്ഷൻ ഫീൽ ചെയ്യുകയും ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ കാരണം ഡീജനറസി നഷ്ടപ്പെട്ട് ഹയർ എനർജിയിലേക്ക് എലോങ് ദ ആക്സിസ് ഇരിക്കുന്ന ഡി ഓർബിറ്റൽസ് സ്പ്ലിറ്റ് ചെയ്തു പോവുകയും ചെയ്യുന്നു. അപ്പൊ താഴെ നോർമലി ആരായിരിക്കും, ലോവർ എനർജിയിൽ ഇൻ ബിറ്റ്വീൻ ദ ആക്സിസ് പോയിന്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ. കാരണം ലിഗാൻഡിന്റെ അപ്രോച്ച് ഇൻ ബിറ്റ്വീൻ ദ ആക്സിസ് അല്ല ഒക്ടാഹെഡ്രലിന്, പോയിന്റിങ് ഡയറക്ട്ലി എലോങ് ദ ആക്സിസ് ആണ്. സോ ഇൻ ബിറ്റ്വീൻ ഇരിക്കുന്ന 3 ഡി ഓർബിറ്റലിനും അത്രയും ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ ഒന്നും ഫീൽ ചെയ്യില്ല, വരുന്നത് ആക്സിസിലെ കൂടി ആയതുകൊണ്ട്. സോ അവരുടെ എനർജി കുറഞ്ഞ് അവർ താഴേക്ക് പോകും, സ്പ്ലിറ്റ് ചെയ്ത് പോകും. അപ്പൊ ഇതാണ് സാധാരണ ഒക്ടാഹെഡ്രൽ സ്പ്ലിറ്റിങ്ങിൽ നമ്മൾ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി പഠിക്കുന്ന സമയത്ത് പറയുന്ന കാര്യം. അതിന്റെ ബേസിൽ നമ്മൾ എന്ത് ബാരി സെന്റർ പഠിക്കേണ്ടത്. ബാരി സെന്റർ എന്ന് പറഞ്ഞാൽ മെറ്റലും ലിഗാൻഡും അടുത്തടുത്ത് വരുന്ന ഒരു സ്റ്റേറ്റ് ആണ്. അത് കഴിഞ്ഞ് സ്പ്ലിറ്റ് ചെയ്യും. ആ സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രിപ്ലെറ്റ് സ്റ്റേറ്റിന് T2G എന്നും ഡബിളറ്റ് സ്റ്റേറ്റ് ആയിട്ടുള്ള 2 ആൾക്കാരെ EG എന്നും റെപ്രസെന്റ് ചെയ്യും. അവർക്ക് എനർജി ലെവൽസ് ഉണ്ട്. ക്രിസ്റ്റൽ ഫീൽഡ് എനർജി കാണാൻ വേണ്ടി ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്, ഈ വാല്യൂസ് ഒക്കെ ആവശ്യമാണ്. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യും, പ്രോബ്ലം ചെയ്യും. അതേപോലെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ടെട്രാഹെഡ്രൽ കോംപ്ലക്സിന്റെ കാര്യത്തിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കാം, മെറ്റൽ ഈ സെൻട്രൽ മെറ്റൽ ഇരിക്കേണ്ട 4 ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഈ 4 ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുന്നത് ഇവിടെ എക്സ് ആക്സിസ് ഉണ്ട്, ഇവിടെ വൈ ആക്സിസ് ഉണ്ട്, ഇവിടെ സെഡ് ആക്സിസ് ഉണ്ട്. ഇതിൽ ഒരു ലിഗാൻഡ് പോലും ടെട്രാഹെഡ്രലിൽ എലോങ് ദ ആക്സിസ് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിക്കുക, എലോങ് ദ ആക്സിസ് ഇരിക്കുന്ന ഡി ഓർബിറ്റൽസ് അത് ആരൊക്കെയാ, ഇ ആണ്. ടെട്രാഹെഡ്രൽ EG ഇല്ല, EA ഉള്ളൂ. കാരണം സെൻട്രോസിമെട്രി ഇല്ലാത്ത ആളാണ് ടെട്രാഹെഡ്രൽ കോംപ്ലക്സ്. സോ ഈ ഓർബിറ്റൽസ് dz² dx² - y² സ്പ്ലിറ്റ് ചെയ്ത് താഴത്തെ എനർജിയിലും ബാക്കി ഇൻ ബിറ്റ്വീൻ ദ ആക്സിസ് ലിഗാൻഡ് അപ്രോച്ച് കാരണം ഈ 3 ആൾക്കാര് എബോവ് എനർജി ലെവലിലും ഹയർ എനർജി ലെവലിലേക്കും സ്പ്ലിറ്റ് ചെയ്തു പോകും. അതുകൊണ്ടാണ് E എന്നും T2 എന്നും പറഞ്ഞ് നമ്മൾ ടെട്രാഹെഡ്രലിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അവിടെയും നമ്മൾ വാരി സെന്റർ ക്രിയേറ്റ് ചെയ്യുകയും അതിന്റെ സ്പ്ലിറ്റിംഗ് കാരണമായിട്ട് ക്രിസ്റ്റൽ ഫീൽഡ് എനർജി നമ്മൾ എഴുതുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോ ഇതാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി കാര്യങ്ങൾ. ഇതൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇതിനെ പറ്റിയിട്ടല്ല. പക്ഷെ എനിക്ക് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ ഒക്ടാഹെഡ്രൽ പറയാതെ ഞാൻ പറയുന്ന ടോപ്പിക്കിനെ പറ്റി പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നത്. ഇനി ഞാൻ വീണ്ടും തിരിച്ചു വരികയാണ്. ഒക്ടാഹെഡ്രൽ സ്പ്ലിറ്റിംഗ് ഇൻ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. ഫ്രീ മെറ്റൽ വന്നിരിക്കുന്നു. ഈ ഫ്രീ മെറ്റൽ ലിഗാൻഡിന്റെ അപ്രോച്ച് കാരണം ഫ്രീ മെറ്റലിന്റെ 5 ഡി ഓർബിറ്റൽസ് ആണ് ഇവിടെ ഞാൻ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഈ 5 ഡി ഓർബിറ്റൽസിലും ഇവിടേക്ക് പോവാണ്, കുറച്ച് ഹയർ എനർജി ലെവലിലേക്ക് അത് ചാടി. ലിഗാൻഡിന്റെ അപ്രോച്ച് കാരണം കുറച്ച് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിപ്പറേഷൻ ഒക്കെ വരുന്നതുകൊണ്ടാണ്. ദെൻ അവരെന്ത് ചെയ്യും, ലോവർ എനർജി ആയിട്ടും ഹയർ എനർജി ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യും. ആക്സിസിലൂടെ അപ്രോച്ച് ആയതുകൊണ്ട് dz² x² - y² മുകളിലേക്കും ഇൻ ബിറ്റ്വീൻ ആക്സിസ് ഇരിക്കുന്ന ഡി ഓർബിറ്റൽസ് താഴത്തെ ലെവലിലേക്കും സ്പ്ലിറ്റ് ചെയ്യുന്നു. T2G EG സ്പ്ലിറ്റിംഗ് നടക്കും. ഓക്കെ, ഇതാണ് ഒക്ടാഹെഡ്രലിൽ സംഭവിക്കുന്ന കാര്യം. ഇനി ഒക്ടാഹെഡ്രലില് നമ്മൾ 2 ടൈപ്പ് ആയിട്ട് ഈ കോമ്പൗണ്ട്സിനെ ഒക്ടാഹെഡ്രൽ കോമ്പൗണ്ട്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഞാൻ ഇവിടെ സെൻട്രലിൽ കാണിച്ചിരിക്കുന്ന ആണ് ഒക്ടാഹെഡ്രൽ, പെർഫെക്റ്റ് ഒക്ടാഹെഡ്രൽ ജോമെട്രിയാണ്. എന്ന് വെച്ചാൽ സെൻട്രലിൽ ഒരു മെറ്റൽ ഇരിക്കേണ്ടാവും,
ഈക്വൽ ലെങ്ത്തിൽ 6 ലിഗാൻസും അവിടെ ബൈൻഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ആക്സിയൽ ആൻഡ് ഇക്വിറ്റോറിയൽ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് ഈക്വൽ ആണ്, യാതൊരു ചേഞ്ചസും ഇല്ല. ഇതിനെയാണ് നമ്മൾ പെർഫെക്റ്റ് ഒക്ടാഹെഡ്രൽ ജോമെട്രി എന്ന് പറയുന്നത്. പക്ഷെ എല്ലാ ഒക്ടാഹെഡ്രൽ കോമ്പൗണ്ട്സും ഇങ്ങനെയാണോ? ആയിരിക്കില്ല. എല്ലാവരുടെയും ബോണ്ട് ലെങ്ത് ഒരുപോലെ ആവാൻ യാതൊരു ചാൻസും ഇല്ല. പെർഫെക്റ്റ് ഒക്ടാഹെഡ്രൽ ജോമെട്രി കാണിക്കുന്ന വളരെ കുറച്ച് കോമ്പൗണ്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് അവിടെ നടക്കുന്ന മാറ്റം? അതിനെപ്പറ്റി പഠിച്ച 2 സയന്റിസ്റ്റുമാരാണ് യാൺ ആൻഡ് ടെല്ലർ. ഇവരുണ്ടാക്കിയ തിയറിയെ നമ്മൾ യാൺ ടെല്ലർ ഡിസ്റ്റോർഷൻ തിയറി എന്നാണ് പറയുന്നത്. ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് യാൺ ടെല്ലർ ഡിസ്റ്റോർഷൻ ആണ്. ഓക്കെ, ഈ യാൺ ടെല്ലർ ഡിസ്റ്റോർഷനിൽ 2 ടൈപ്പ് ഡിസ്റ്റോർഷൻ ഉണ്ട്. അപ്പൊ ആദ്യം എന്താ യാൺ ടെല്ലർ ഡിസ്റ്റോർഷൻ തിയറി പറയുന്നത് ഇങ്ങനെയാണ്: എനി നോൺ ലീനിയർ മോളിക്യൂൾ in a degenerate electronic state will be unstable and undergo some kind of distortion which will lower its symmetry and energy, then split the degenerate state. എന്ന് വെച്ചാൽ ഏതൊരു നോൺ ലീനിയർ ആയിട്ടുള്ള മോളിക്യൂൾ, ഒക്ടാഹെഡ്രൽ എന്ന് പറയുമ്പോൾ നോൺ ലീനിയർ ആണ്, ഏതൊരു നോൺ ലീനിയർ മോളിക്യൂളും അതിന്റെ ഡീജനറേറ്റ് ഇലക്ട്രോണിക് സ്റ്റേറ്റിൽ, അതായത് യാതൊരു തരത്തിലും ഡീജനറേറ്റ് ആയിട്ടിരിക്കുന്ന, എന്താ പറയാ, സ്റ്റേബിൾ ഒരേ എനർജിയിൽ ഇരിക്കുന്ന ഇലക്ട്രോണിക് സ്റ്റേറ്റിൽ മേ ബി അത് അൺസ്റ്റേബിൾ ആകാനുള്ള ടെൻഡൻസി ഉണ്ട്. ആ അൺസ്റ്റെബിലിറ്റി കാരണം അത് സ്റ്റേബിൾ ആവാൻ വേണ്ടി ചില ഡിസ്റ്റോർഷൻസ് കാണിക്കും. ആ ഡിസ്റ്റോർഷൻ കാണിക്കണമെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവര് പെർഫെക്റ്റ് ഒക്ടാഹെഡ്രൽ ജോമെട്രിയിൽ നിന്ന് അതിന്റെ സിമ്മെട്രിയെ ഒരു ഡിസ്റ്റോർട്ടഡ് ഒക്ടാഹെഡ്രലിലേക്ക് മാറ്റും. അതിനനുസരിച്ചിട്ട് അതിന്റെ എനർജി ലെവലും, ക്രിസ്റ്റൽ ഫീൽഡിൽ T2G EG സ്പ്ലിറ്റിംഗ് നടക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു ഒക്ടാഹെഡ്രലിൽ, ആ സ്പ്ലിറ്റിംഗ് പാറ്റേണിലും ചില മാറ്റങ്ങൾ ഉണ്ടാവും. ആ മാറ്റങ്ങളെ പറ്റി പഠിച്ചതിനെയാണ് യാൺ ടെല്ലർ എഫക്റ്റ് എന്ന്, അല്ലെങ്കിൽ അതിന് വേറൊരു പേര് കൂടെ പറയും, ടെട്രാഗണൽ ഡിസ്റ്റോർഷൻ എന്ന് പറയും. അങ്ങനെ നടക്കുന്ന ഡിസ്റ്റോർഷൻ 2 തരത്തിലാണ്. ഒന്ന് Z in ഡിസ്റ്റോർഷനും മറ്റൊന്ന് Z out ഡിസ്റ്റോർഷനും. ഇനി ഇവിടെ നിങ്ങൾ ഈ പിക്ചർ നോക്കിയാൽ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഒക്ടാഹെഡ്രലിന് ടെട്രാഗണൽ ഡിസ്റ്റോർഷൻ, ടെട്രാഗണൽ കംപ്രഷനും നടക്കാം, ടെട്രാഗണൽ ഇലോങ്ങേഷനും നടക്കാം. ടെട്രാഗണൽ കംപ്രഷൻ ആണ് ഞാൻ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ Z ആക്സിസിലെ കൂടി അപ്രോച്ച് ചെയ്യുന്ന ആക്സിയൽ ലിഗാൻസ്, അതായത് ഇതും ഇതും, ഈ 2 ലിഗാൻസ്, അതിന്റെ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് കുറവായിരിക്കും, അതായത് മെറ്റലുമായിട്ട് അടുത്തായിരിക്കും. ഇതിനെയാണ് കംപ്രഷൻ. മെറ്റലുമായിട്ട് അടുത്തിരിക്കുന്നതാണ്. Z ആക്സിസിലൂടെയുള്ള ലിഗാൻഡ് ഇൻവാർഡ് ആണ് എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ആക്സിയൽ എന്തായിരിക്കും ബോണ്ട് ലെങ്ത്? ഇക്വിറ്റോറിയൽ ബോണ്ട് ലെങ്തിനേക്കാളും കുറവായിരിക്കും. ഇനി Z ഔട്ട് ഡിസ്റ്റോർഷൻ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, ഇലോങ്ങേഷൻ ആണ് ആക്സിയൽ ബോണ്ടിന് നടക്കുന്നത്. അതായത് അതിന്റെ Z ആക്സിസിലൂടെ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാര് എന്ത് സംഭവിക്കുന്ന വെച്ചാൽ അവർക്ക് ഒരു ഇലോങ്ങേഷൻ നടക്കും. അതായത് Z ഔട്ടിലേക്കാണ് പോകും, ഔട്ട്വേർഡ് ആണ് ആക്സിയൽ ലിഗാൻസ് പോയിരിക്കുന്നത്. ദാറ്റ് മീൻസ് ആക്സിയൽ ബോണ്ട് ലെങ്ത് ഈസ് ഗ്രേറ്റർ ദാൻ ഇക്വിറ്റോറിയൽ ബോണ്ട് ലെങ്ത്. ഇങ്ങനെ 2 തരത്തിൽ അതിന് ഡിസ്റ്റോർഷൻ സംഭവിച്ച് അത് സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് വരും. അതേപോലെ അതിന്റെ എനർജി സ്റ്റേറ്റുകൾക്കും ഡീജനറസി നഷ്ടപ്പെട്ടിട്ട് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന T2Gക്കും EGക്കും ഇതേപോലെ ചില മാറ്റങ്ങൾ സംഭവിക്കും. ആ മാറ്റം യാൺ ടെല്ലർ ഡിസ്റ്റോർഷനിൽ ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് Z ഔട്ട് എടുത്തു, ഇവിടെ Z in ഡിസ്റ്റോർഷൻ എടുത്തു. ഈ ഡിസ്റ്റോർഷനിലെ ഒന്നാമത്തെ കേസ് നോക്കുക, Z in, അതായത് ആക്സിയൽ ബോണ്ട് ലെങ്ത് ഈസ് ലെസ് ദാൻ ഇക്വിറ്റോറിയൽ ബോണ്ട് ലെങ്ത് എന്നുള്ള കേസിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ, ഇവിടെ നിങ്ങൾ നോക്കുക, നമുക്കറിയാം ഒരു പെർഫെക്റ്റ് ഒക്ടാഹെഡ്രൽ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾക്കറിയാം, T2G ആയിട്ടും EG ആയിട്ടാണ്. പക്ഷേ ഈ T2Gയും EGയും വീണ്ടും സ്പ്ലിറ്റിംഗ് നടക്കും. യാൺ ടെല്ലർ ഡിസ്റ്റോർഷൻ നടക്കുന്ന ആൾക്കാരുടെ കേസിലാണ് ഞാൻ പറഞ്ഞത്, വീണ്ടും അതിന് ഡിസ്റ്റോർഷൻ നടക്കും. ഡിസ്റ്റോർഷൻ എന്നാൽ സ്പ്ലിറ്റിംഗ് നടക്കും. എങ്ങനെ സ്പ്ലിറ്റിംഗ് നടക്കും? ഇവിടുത്തെ കേസ് ശ്രദ്ധിക്കുക, Z in ആണ് ഡിസ്റ്റോർഷൻ. Z in എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രസ് ചെയ്യാണ് ബോണ്ട്, മെറ്റലിന്റെ അടുത്തോട്ട് Z ആക്സിസിലുള്ള ലിഗാൻസ് വരെയാണ്. ദാറ്റ് മീൻസ് ആർക്കാണ് എനർജി കൂടുക? ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ കൂടുന്നത് Z ആക്സിസിലാണ്. മെറ്റലും ലിഗാൻഡും വളരെ ക്ലോസ് ആയിട്ട് വരുമ്പോൾ അവർ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ ആണ് കുറച്ചും കൂടെ കൂടുക.
ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ കാരണം Z ആക്സിസിലുള്ള ഡി ഓർബിറ്റൽസിന് എനർജി കൂടി സ്പ്ലിറ്റ് ആവുകയും അതല്ലാത്ത ആൾക്കാർ ലോവർ എനർജിയിൽ ഇരിക്കുകയും ചെയ്യും. അപ്പോ ഇവിടെ നോക്കൂ, T2Gയിൽ 3 പേരാണുള്ളത്, DXY, XZ, YZ. ഇതില് Z ആക്സിസിലുള്ള ആളെന്ന് പറയുന്നത് Z ആക്സിസ് ഉള്ള ആൾക്കാർ DXZും DYZും. ഇവര് രണ്ടുപേരും സ്പ്ലിറ്റ് ചെയ്ത് മുകളിലേക്കും DXY സ്പ്ലിറ്റ് ചെയ്ത് താഴത്തേക്കും വരും. കാരണം Z in ആണ്, കംപ്രഷൻ ആണ് നടക്കുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ along the Z axis increases, so orbital containing Z axis have higher energy. Similar octahedral EG ഓർബിറ്റൽസിൽ 2 പേരുണ്ട്, DZ² ഉണ്ട്, DX² - Y² ഉണ്ട്. അതിൽ തന്നെ ആ 2 പേരിൽ ആര് താഴെ വരും, ആര് ഹയർ എനർജിയിലോട്ട് വരും? ഇതേ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാം. DX² - Y² Z എന്നുള്ള ഒരു ആക്സിസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നില്ല. അയാള് താഴത്തെ എനർജിയിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് വരും, DZ² ഏറ്റവും മുകളിലത്തെ എനർജിയിലോട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് സെഡിനിന്റെ കാര്യം. അപ്പൊ നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മാത്രം മതി. സെഡിൻ എന്ന് പറയുമ്പോൾ മെറ്റൽ ആൻഡ് സെഡ് ആക്സിസ് ലിഗാൻ ഓൾമോസ്റ്റ് അടുത്താണ്. സോ ആക്സിയൽ ബോണ്ട് ലെങ്ത് കുറവാണ്. സെഡിൻ എന്ന് പറയുന്നത് കംപ്രഷന്റെ എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. സോ ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ അലോങ് സെഡ് ആക്സിസ് ഹയർ. സോ അവർക്ക് എനർജി കൂടി മുകളിലോട്ട് സ്പ്ലിറ്റ് ചെയ്യും. T2Gയും സ്പ്ലിറ്റ് ആവും, അതേപോലെ EGയും സ്പ്ലിറ്റ് ആവും. നേരെ ഓപ്പോസിറ്റ് കേസ് ആണ് സെഡ് ഔട്ട് ഡിസ്റ്റോർഷൻ. സോ ഇവിടെ ആരാ? സെഡ് ഔട്ട് എന്ന് പറയുമ്പോൾ along the axis, സെഡ് ആക്സിസിലുള്ള ലിഗാൻസ് ഔട്ട്വേർഡ് ആണ്, മീൻസ് ബോണ്ട് ലെങ്ത് വളരെ കൂടുതലാണ് ആക്സിയൽ ലിഗാൻസിന്. സോ മെറ്റൽ ലിഗാൻ ഇന്ററാക്ഷൻ വളരെ കുറവാണ്. മെറ്റൽ ലിഗാൻ ഇന്ററാക്ഷൻ കുറഞ്ഞ ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ അവിടെ കുറഞ്ഞു എന്നല്ലേ? അതുകൊണ്ടുണ്ടാവുന്ന എനർജി എന്ന് പറയുന്നത് കുറഞ്ഞു. ആർക്ക് കുറഞ്ഞു? Z ആക്സിസിലുള്ള ഡി ഓർബിറ്റൽസ് DXZും DYZും ലോവർ എനർജിയിലേക്കും DXY കണ്ടെയ്ൻ ചെയ്യുന്ന ഡി ഓർബിറ്റൽസ് ഹയർ എനർജിയിലേക്കും സ്പ്ലിറ്റ് ചെയ്തു പോകും. സോ ഇത് EGയിലും T2Gയിലും ഇങ്ങനെയുള്ള സ്പ്ലിറ്റിംഗ് അവിടെ നടക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സെഡിനും സെഡ് ഔട്ട് എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ആ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ആൻഡർലൈൻ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോർഷനാണ്. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഹൗ ടു കാൽക്കുലേറ്റ്. ഇത് CSIR പ്രോബ്ലം അല്ല, ഞാനിത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടെ ഒരു കോമ്പൗണ്ട് തന്നു കഴിഞ്ഞാൽ സെഡ് ഇൻ ആണോ സെഡ് ഔട്ട് ആണോ എന്ന് കണ്ടുപിടിക്കണം. നമ്മൾ ഒരു കോംപ്ലക്സ് സെഡ് ഇൻ ഡിസ്റ്റോർഷൻ കാണിക്കോ, അല്ല അത് പെർഫെക്റ്റ് ഒക്ടാഹെഡ്രൽ ജോമെട്രി ആയിരിക്കോ, അതുമല്ല അത് സെഡ് ഔട്ട് ഡിസ്റ്റോർഷൻ കാണിക്കോ. ഇനി എന്താ ഡിസ്റ്റോർഷൻ നമുക്ക് പറയാൻ പറ്റില്ലേ, ഇതിൽ എന്താ ഇത് കണ്ടീഷൻ എന്നുള്ളത് നമുക്ക് പറയണമെങ്കിൽ നമ്മൾ ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മൾ CFSE വാല്യൂ നേരത്തെ പറഞ്ഞപ്പോൾ താഴെയും മുകളിലുമായിട്ട് റെപ്രസെന്റ് ചെയ്തപ്പോൾ ഇവിടെ T2G, ഇവിടെ EG എന്ന് റെപ്രസെന്റ് ചെയ്ത് T2Gന്റെ വാല്യൂ 0.4ഉം മുകളിലത്തെ വാല്യൂ 0.6ഉം ആണ് റെപ്രസെന്റ് ചെയ്തത് അല്ലെ? ആ എനർജി ലെവൽസ് അതിനെ നമ്മൾ നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം, എങ്ങനെ പോയിന്റ് ആയിട്ട് എഴുതാം, പോയിന്റ് ഇല്ലാതെ എഴുതാം, എന്ത് വേണേലും ചെയ്യാം. അപ്പൊ ഈ 0.4 എന്ന് പറയുന്ന CFSE വാല്യൂ ആണ് ഇവിടെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്തത്. ഇത് Z ഇന്നും ഇത് Z ഔട്ടും ആണ് കേട്ടോ. ഇവിടെ വീണ്ടും അത് സ്പ്ലിറ്റ് ചെയ്തു. DXZ DYZ ആവുമ്പോൾ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ അതിന്റെ എനർജി സ്പ്ലിറ്റ് ആവും. അത് പിന്നെ 0.4ൽ നിൽക്കില്ല. 1/3 Δ1 ആണ് ഒരു ഡി ഓർബിറ്റൽ. അതേപോലെ അടുത്തത് 1/3 Δ1. ഇനി മുകളിലത്തെ ലെവലിൽ 2/3 Δ1 ആണ്. അപ്പൊ ആ രീതിയിലാണ് ഇതിന്റെ സ്പ്ലിറ്റിംഗ് എനർജിയും മാറ്റം വരുന്നത്. പക്ഷെ മുകളിലെ കേസിലാണെങ്കിൽ ഓർത്തു വെക്കാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. 1/2 Δ2 1/2 Δ2 രണ്ട് ലെവലും ഈക്വൽ എനർജിയിൽ തന്നെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഈ രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ ഈ 2/3 Δ1 തന്നെയാണ് വരുന്നത്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കണം. ഇത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു കോംപ്ലക്സ് തന്ന് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു കോംപ്ലക്സ് തന്നു, അതിനെ എടുക്കുകയാണ്. ടൈറ്റാനിയം 3+ ആണ് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, ഈ ടൈറ്റാനിയം 3+ൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് നമ്മൾ അറിയാം. ആദ്യം അതിന് എന്ത് വേണം? ടൈറ്റാനിയത്തിന്റെ
ടൈറ്റാനിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താന്നുള്ളത് 1 സെക്കൻഡ്. ഓക്കെ, സോറി. ടൈറ്റാനിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയണം. അത് അറിയണ ഒരാൾക്ക് മാത്രമേ നമുക്ക് സ്കാൻഡിയം ടൈറ്റാനിയം 3d2 4s2 ആണ്. ദെൻ ടൈറ്റാനിയം 3+ ആണെങ്കിൽ ഇത് 3d1 വരും. അതായത് ഡിയിൽ ഒറ്റ ഇലക്ട്രോൺ മാത്രമേ ടൈറ്റാനിയം H2O 6 times 3+നുള്ളൂ. അപ്പൊ എങ്ങനെ എനിക്ക് ടൈറ്റാനിയം 3+ എന്ന് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് പഠിക്കാൻ പറഞ്ഞു. അതായത് എക്സ് പ്ലസ് മൈനസ് അല്ലെങ്കിൽ പ്ലസ് 0, കാരണം ന്യൂട്രൽ ലിഗാൻഡ് ആണ്. 6 ലിഗാൻഡ് ഉണ്ടെങ്കിൽ തന്നെ 0 തന്നെയാണ് വരിക. +3 ആണ്. അപ്പൊ എക്സ് എന്ന് പറയുന്നത് +3 ആണ്. ആ ടൈറ്റാനിയം 3+ ആണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. സോ D1 ഇലക്ട്രോൺ ആണുള്ളത്. ഇനി ഈ D1 ഇലക്ട്രോൺ ഉള്ള ഇയാള് എന്ത് ഡിസ്റ്റോർഷൻ ആയിരിക്കും കാണിക്കുക? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? Z വരയ്ക്കുക, Z ഔട്ട് വരയ്ക്കുക, അതിന്റെ ഡി ഓർബിറ്റൽ സ്പ്ലിറ്റിംഗ് അറേഞ്ച് ചെയ്യുക, അതിന്റെ എനർജി ലെവൽസ് വരയ്ക്കുക. എന്നിട്ട് ഞാൻ ആ ഒരു ഇലക്ട്രോണിനെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഞാൻ താഴെ ഓരോ ഇലക്ട്രോൺ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. Z-ൽ ഒരു ഇലക്ട്രോൺ റെപ്രസെന്റ് ചെയ്തു, Z ഔട്ടിലും ഒരു ഇലക്ട്രോൺ റെപ്രസെന്റ് ചെയ്തു. അതായത് എനിക്ക് ഇവിടെ Z-ൽ കിട്ടിയിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ആ ഒറ്റൊരു ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ എനർജി എന്താ? 2/3 Δ1 ആണ്. ഇവിടെ ആണെങ്കിലോ 1/3 Δ1 ആണ്. ഇതിൽ ആരാ ഹയർ? 2/3 Δ1 ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു കോംപ്ലക്സ് തന്നതിന് ശേഷം നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ എന്താ? കൂടുതലാണ്. ഏത് ഭാഗത്താണ് കൂടുതലാണെന്ന് നോക്കാം. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? Z ഏത് ഡിസ്റ്റോർഷൻ ആണ് അവര് അണ്ടർഗോ ചെയ്യാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഈ കേസിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് കൂടുതൽ കിട്ടിയിരിക്കുന്നത് ആർക്കാ? Z ഇൻ ഡിസ്റ്റോർഷൻ ആണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് Z ഇൻ ഡിസ്റ്റോർഷൻ ആണ് ടൈറ്റാനിയം H2O 6 times 3+ കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. Z in distortion. Okay. So titanium 3+ Z in distortion കാണിക്കും. ഇനി Z in is greater than Z out. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യം Z in distortion. Z out greater than Z in ആണെങ്കിൽ എന്ത് വരും? അത് Z out distortion ആയിരിക്കും കാണിക്കുക. ഇനി Z in equal to Z out distortion ആണെങ്കിൽ there is no distortion എന്നല്ല അതിന്റെ മീനിങ്. രണ്ടിടത്തും Z in equal to Z out എന്ന് പറയുന്ന കേസ് അവിടെ നിൽക്കട്ടെ. അതല്ല, Z ഇന്നും Z ഔട്ടും കണ്ടപ്പോ നിങ്ങൾക്ക് കിട്ടിയത് 0 ആണ് എന്ന് വിചാരിക്കാം. അതിന്റെ മീനിങ് Z in ഡിസ്റ്റോർഷനും Z out ഡിസ്റ്റോർഷനും അവിടെ 0 വാല്യൂ തന്നു എന്ന് പറഞ്ഞാൽ അതൊരു പെർഫെക്റ്റ് ഒക്ടാഹെഡ്രൽ ജോമെട്രി ആണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു യാൻഡലർ ഡിസ്റ്റോർഷൻ ഒരു കോംപ്ലക്സ് തന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പോൾ Z in Z out ഡിസ്റ്റോർഷൻ നോക്കിയതിന് ശേഷം Z ഇനും Z ഔട്ടും 0 വാല്യൂ വന്നിരിക്കുന്നെങ്കിൽ അതിന് ഡിസ്റ്റോർഷൻ ഇല്ല, ആ കോംപ്ലക്സ് പെർഫെക്റ്റ് ഒക്ടാഹെഡ്രൽ ആണെന്നും if Z in distortion is greater than Z out ആണെങ്കിൽ ആ കോമ്പൗണ്ട് Z in distortion കാണിക്കുന്ന കോമ്പൗണ്ട് ആണ്, അതായത് ആക്സിയൽ ബോണ്ട് കംപ്രസ് ചെയ്യുന്ന കോമ്പൗണ്ട് ആണെന്നും നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ആക്സിയൽ ബോണ്ട് ഇലോങ്ങേറ്റ് ചെയ്യുന്ന Z out distortion കാണിക്കുന്ന കോമ്പൗണ്ട് ആണെന്നും മനസ്സിലാക്കാം. ഇനി ആദ്യം ഞാൻ പറഞ്ഞ കേസ് Z ഇനും Z ഔട്ടും ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കോംപ്ലക്സിന്റെ ഡിസ്റ്റോർഷൻ എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഗോ ഫോർ എക്സ്പെരിമെന്റൽ ഒബ്സർവേഷൻ എന്നേ പറയാൻ പറ്റുള്ളൂ. സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഒരു എന്താ കൃത്യമായ ഒരു റീസൺ നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ജസ്റ്റ് മെൻഷൻ ചെയ്യാം അത് എക്സ്പെരിമെന്റൽ ഒബ്സർവേഷനെ ബേസ് ചെയ്തിട്ടാണ് അത് ഇരിക്കുക എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റൂ. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് CSIR ഞാൻ കണ്ടിട്ടില്ല. ഇൻ കേസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ, അതായത് Z ഔട്ടും Z നും കണ്ടപ്പോൾ ഈക്വൽ വാല്യൂ കിട്ടിയ ഒരു കേസ് നിങ്ങളുടെ മുന്നിൽ വന്നാൽ നമ്മൾ അത് റിസ്ക് എടുക്കേണ്ട എന്നേ ഞാൻ പറയുള്ളൂ. കാരണം എക്സ്പെരിമെന്റൽ ഒബ്സർവേഷൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല.
സോ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. എക്സ്പെരിമെന്റൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസിലേക്ക് ഇനോർഗാനിക് കെമിസ്ട്രിയിൽ പോവാതിരിക്കുന്നതാണ് എപ്പോഴും സേഫ്. നെഗറ്റീവ് മാർക്ക് അടിക്കാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഒന്ന് ഒറ്റ കാര്യമുള്ളൂ യാണ്ടല്ല ഡിസ്കഷനിൽ ഞാൻ പറഞ്ഞത്. യാണ്ടല്ല ഡിസ്കഷൻ വരയ്ക്കാം, സെഡിനും സെഡോട്ടും വരയ്ക്കാം, കാര്യം മനസ്സിലാക്കുക, എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നു, എന്താണ് അതിൽ ഓരോന്നിന്റെ എനർജി. തന്ന കോംപ്ലക്സ് അറേഞ്ച് ചെയ്യാം. നിങ്ങൾ D1 to D10 വരെ സെഡിനും സെഡ് ഔട്ടിലും കണ്ടുപിടിക്കാം. ഏറ്റവും പഠിക്കാൻ എളുപ്പം അതാണ്. കണ്ടുപിടിച്ചിട്ട് ചില കേസിൽ നിങ്ങൾക്ക് സെഡ് ഔട്ട് ഗ്രേറ്റർ ദാൻ സെഡിൻ കിട്ടും, ചില കേസിൽ നിങ്ങൾക്ക് സെഡിൻ ഗ്രേറ്റർ ദാൻ സെഡ് ഔട്ട് കിട്ടും. അപ്പോൾ D1 അങ്ങനെയാണ് കാണിക്കുന്നത്, സെഡിൻ ഡിസ്ട്രക്ഷൻ ആണ് കാണിക്കുന്നത് മനസ്സിലായി. അതേപോലെ ബാക്കിയുള്ള ചെയ്ത് നോക്കും. സെഡ് ഔട്ട് കാണിക്കുന്ന ആൾക്കാരുണ്ടാവും, ഈക്വൽ കിട്ടുന്ന ആൾക്കാരുണ്ടാവും. അതേപോലെ ഇപ്പൊ D9 എടുത്താൽ നിങ്ങൾക്ക് ഈക്വൽ ആയിരിക്കും കിട്ടാം. ഇറ്റ്സ് ഗോ ഫോർ എക്സ്പെരിമെന്റൽ ഒബ്സർവേഷൻ. D10 എടുക്കുന്നു, എല്ലായിടത്തും ഇലക്ട്രോൺ ഫില്ലായി, 0 അല്ലേ വരിക, എല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെയെങ്കിൽ അവിടെ എന്താ നമുക്ക് പറയാം, D10 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ള ആൾക്ക് ഡിസ്റ്റോർഷൻ ഉണ്ടാവില്ല, പെർഫെക്റ്റ് ഒക്ടാഹെഡ്രൽ ജോമെട്രി ആയിരിക്കും തരും. അപ്പൊ അങ്ങനെ ഓരോന്നും നിങ്ങൾ ഓരോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുത്ത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആരൊക്കെ എന്തൊക്കെ ഡിസ്റ്റോർഷൻ കാണിക്കും കാണിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി ഹൈ സ്പിൻ ലോ സ്പിൻ ആയിട്ട് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാന്ന് വിചാരിക്കും. ഓക്കെ, ഓക്കെ, ഹൈ സ്പിൻ ലോ സ്പിൻ ആയിട്ട് നിങ്ങൾ എഴുതുകയാണെന്ന് കരുതുക. അപ്പൊ D1 തൊട്ട് D10 വരെ ഹൈ സ്പിന്നിലും അതേപോലെ D1 തൊട്ട് D10 വരെ ലോ സ്പിന്നിലും ഞാനിവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതില് ഹൈ സ്പിൻ കോംപ്ലക്സിന്റെ കേസിൽ D1 നിങ്ങൾ എഴുതുന്നത് എങ്ങനെയാ, T2G1 Ag0. D1 to D4 D1 to D3 വരെ നമുക്ക് ഹൈ സ്പിൻ ആയാലും ലോ സ്പിൻ ആയാലും ഒരുപോലെ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം അല്ലെ. അപ്പോ അതിന് ശേഷമുള്ള കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ഞാനിവിടെ നോ ഡിസ്റ്റോർഷൻ ചിലയിടത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഒന്നെങ്കിൽ അത് ഹാഫ് ഫീൽഡ്, ദെൻ മറ്റേടത്ത് ഒന്നുമില്ല ഇലക്ട്രോൺ, അല്ലെങ്കിൽ രണ്ടും ഹാഫ് ഫീൽഡ് കോൺഫിഗറേഷൻ ആയിരിക്കും, അതും അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫീൽഡ് കോൺഫിഗറേഷൻ ആയിരിക്കും. ഓക്കെ, D3 T2G3 Eg0, Eg ഇലക്ട്രോൺ ഇല്ല, പക്ഷെ T2Gയിൽ ഹാഫ് ഫീൽഡ് ആണ്. D5 T2G3 Eg2, നോ ഡിസ്റ്റോർഷൻ. D8 T2G6 ഒന്നിൽ കംപ്ലീറ്റ്ലി ഫിൽഡാ, മറ്റേടത്ത് ഹാഫ് ഫിൽഡാ. D10 T2G6 Eg4. ഓക്കെ, അപ്പം നമുക്ക് ആ സിമ്മെട്രി മനസ്സിലാവും. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സിമ്മെട്രിക്കൽ ആണെങ്കിൽ അങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സിമ്മെട്രിക്കൽ ആണെങ്കിൽ അത്തരം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണിക്കുന്ന കോമ്പൗണ്ട്സ് എന്ത് തരില്ല, യാണ്ടല്ല ഡിസ്റ്റോർഷൻ തരില്ല. ഓക്കെ, സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺ വിൽ നോട്ട് ഗിവ് യാണ്ടല്ല ഡിസ്റ്റോർഷൻ, ഇറ്റ് ഓൾവേസ് ഗിവ് പെർഫെക്റ്റ് ഒക്ടാഹെഡ്രൽ ജോമെട്രി. അപ്പൊ ഹൈ സ്പിന്നിലും ലോ സ്പിന്നും എഴുതി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഡിസ്റ്റോർഷൻ കാണിക്കുന്നതാരാ, ഡിസ്റ്റോർഷൻ കാണിക്കാത്തതാരാ. എന്നിട്ട് ഡിസ്റ്റോർഷൻ കാണിക്കുന്ന ആളില് എന്ത് ടൈപ്പ് ഡിസ്റ്റോർഷൻ ആണെന്ന് അറിയണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഡയഗ്രാം വരച്ച് എനർജി കാൽക്കുലേറ്റ് ചെയ്ത് ഡിസൈഡ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ യാണ്ടല്ല പഠിക്കാൻ ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് D1 to D10 വരെയുള്ള ആൾക്കാരുടെ സെഡ് ഇൻ സെഡ് ഔട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അതൊരു നല്ല പ്രാക്ടീസ് ആണ്. അതേപോലെ ഈ ഒരു ടേബിൾ ഉണ്ടാക്കി വെക്കുന്നതും നല്ലതാണ്. ആരൊക്കെ ഡിസ്റ്റോർഷൻ ഉണ്ട്, ആർക്കൊക്കെ ഡിസ്റ്റോർഷൻ ഇല്ല എന്ന് മനസ്സിലാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ യാണ്ടല്ല ഡിസ്റ്റോർഷനെ പറ്റിയിട്ട് പറയാനുള്ളത്. അതേപോലെ മറ്റ് പല കോമ്പൗണ്ട്സിന്റെയും ഡിസ്റ്റോർഷൻ, അതായത് അവരൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലല്ല അവരുടെ സ്പ്ലിറ്റിങ് വരിക. അതായത് ഇപ്പോ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിൽ ടെട്രാഹെഡ്രലും ഒക്ടാഹെഡ്രലും അല്ലാതെ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സുകൾ ഉണ്ട്, ലീനിയർ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഉണ്ട്, ട്രൈഗണൽ ബൈപിരമിഡൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ എംഒ ഡയഗ്രാം വരക്കാൻ വേണ്ടി നമുക്ക് അറിയണമെങ്കിൽ ഈ സെഡ് ഇൻ സെഡ് ഔട്ട് ആലോചിച്ചാൽ തന്നെ നമുക്ക് പറ്റും, ഡിസ്റ്റോർഷൻ ആലോചിച്ചാൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ സ്ക്വയർ പ്ലാനാർ എടുക്കുകയാണ്. ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് ഒരു സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് ആണ്. ഈ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സിൽ T2G ആയിട്ട് നമ്മൾ ഈ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സിന് ആദ്യം തന്നെ ഒരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആയിട്ട് കൺസിഡർ ചെയ്യും.
ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇതിന്റെ സ്ട്രക്ചർ വരക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാ വരക്കുക അല്ലെ? എം സെൻട്രല്, എൽ എൽ 4 ഭാഗത്ത് ഒരു പ്ലെയിനില് 4 ലിഗാൻസ്. അപ്പൊ ഇവിടെ എന്താ, സെഡ് ആക്സിസില് ലിഗാൻസ് ഒന്നും തന്നെ ഇല്ല, ആബ്സെന്റ് ആണ്. സെഡ് ആക്സിസിൽ ലിഗാൻഡ് ഇല്ലാത്ത ഒരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് അല്ലേ ശരിക്കും സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് എന്ന് പറയുന്നത്? അപ്പൊ നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, ഇത് എന്ത് ഡിസ്റ്റോർഷന് ഈക്വൽ ആണ്? ഡിസ്റ്റോർഷൻ അങ്ങനെയാണ് എന്നല്ല, എന്ത് ഡിസ്റ്റോർഷൻ ഈക്വൽ ആണ്? സെഡ് ഔട്ട് ഡിസ്റ്റോർഷന് ഈക്വൽ ആണ്. അവിടെ ലിഗാൻഡ് ഇല്ല, ഔട്ട് ആണ്, ഔട്ട്വേർഡ് ആണ്, ഇല്ല. സോ സെഡ് ഔട്ട് ഡിസ്റ്റോർഷൻ നടക്കണ്ടെങ്കിൽ സാധാരണ T2Gയില് എന്താ സംഭവിക്കാം? ഡി എക്സ് സെഡും ഡി വൈ സെഡും ഏറ്റവും താഴത്തോട്ട് വരും. ഇനി ലിഗാൻഡേ ഇല്ലാത്ത അവസ്ഥ അല്ലെ? ലിഗാൻഡേ ഇല്ലാത്ത അവസ്ഥ ആയതുകൊണ്ട് ഇജിയിലെ ഡി സെഡ് സ്ക്വയർ ഏറ്റവും താഴത്തേക്ക് വരും. അതായത് ഡി എക്സ് സെഡും ഡി വൈ സെഡും കഴിഞ്ഞ ഉടനെ വരുന്നത് പിന്നെ ഡി സെഡ് സ്ക്വയർ. എന്നിട്ടാണ് T2Gയിലെ ഡി എക്സ് വൈ. ഡി എക്സ് വൈക്ക് ഹൈ എനർജിയിലേക്ക് പോകാനുള്ള കാരണം എന്താ? അവിടെ 4 ലിഗാൻസ് ഉണ്ട് എക്സ് വൈ ആക്സിസില്. ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മുകളിലുണ്ട്. അപ്പൊ നമുക്ക് ഈ സെഡ് ഇൻ സെഡ് ഔട്ട് എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് ഇവിടെ എംഒ ഡയഗ്രാം വരക്കാൻ പറ്റും. സ്ക്വയർ പ്ലാനാറിന്റെയും ലീനിയറിന്റെയും ട്രയാഗണൽ ബൈപിരമിഡലിന്റെ ഒക്കെ കൺസെപ്റ്റ് ഇത് വെച്ചിട്ട് നമുക്ക് വരക്കാൻ പറ്റും. ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ട ഒരാവശ്യം വരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഫ്രീ മെറ്റൽ അയോൺ, ഒരു ലീനിയർ കോംപ്ലക്സിലുള്ള ഒരു ഫ്രീ മെറ്റൽ അയോൺ ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. ലീനിയറിൽ എന്ന് പറയുമ്പോൾ എന്താ, നേരത്തെ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് കേസാ. ലിഗാൻഡ് ഉണ്ട്, എവിടെ മാത്രമേ ഉള്ളൂ? സെഡ് ആക്സിസിൽ മാത്രമേ ഉള്ളൂ. ഇക്വറ്റോറിയൽ പൊസിഷനിൽ ലിഗാൻഡ് ഇല്ല. ദാറ്റ് മീൻസ് ഇത് സെഡിന് ഈക്വലന്റ് ആണ്. സെഡ് ഇൻ കംപ്രഷൻ നടക്കുന്ന പോലെയാണ് ഒരു ലീനിയർ കോംപ്ലക്സ്. കോർഡിനേഷനിലെ ഒക്ടാഹെഡ്രലിനെ 4 ലിഗാൻസ് ഇക്വറ്റോറിയൽ പൊസിഷൻ എടുത്തു കളഞ്ഞ അവസ്ഥയാണ് ലീനിയർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ആൾക്കാർ താഴെ ലോവർ എനർജിയിലേക്ക് വരും? ഡി എക്സ് വൈയും ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും എക്സ് വൈ കണ്ടെയ്ൻ ചെയ്യുന്ന ലിഗാൻസ് അവര് ലോവർ എനർജിയിലും, സെഡ് കണ്ടെയ്ൻ ചെയ്യുന്ന ആൾക്കാർ ഡി എക്സ് സെഡ്, ഡി വൈ സെഡ്, ഡി സെഡ് സ്ക്വയർ ഇവരൊക്കെ കുറച്ച് ഹയർ എനർജിയിലോട്ട് വരും. അപ്പൊ ഇങ്ങനെയായിരിക്കാം ലീനിയറിലെ എംഒ തിയറി വെച്ചിട്ട് നമുക്ക് അതിന്റെ എംഒ ഡയഗ്രാം വരക്കാൻ പറ്റും. അപ്പൊ നമ്മൾ അവിടെ പഠിച്ച ആൻഡലർ ഡിസ്റ്റോർഷൻ എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ഒരു എന്താ എംഒ ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാണ് ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. ഓക്കെ, അതേപോലെയാണ് ട്രൈഗണൽ ബൈപിരമിഡിൽ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ട്രൈഗണൽ ബൈപിരമിഡിൽ 3 പേര് ഇക്വറ്റോറിയലുണ്ട്, 2 പേര് ആക്സിയലിലും ഉണ്ട്. സോ ഡി എക്സ് സെഡ് വൈ സെഡ് ആണ് ഏറ്റവും താഴെ, ഏറ്റവും ഹൈ എനർജി ഡി സെഡ് സ്ക്വയറിന് സെഡ് ആക്സിസിലുള്ള ലിഗാൻസ് കാരണം. മറ്റേ ആൾക്കാർ അതിന് താഴെയാണ് വരിക. അപ്പൊ ഈ ഒരു എനർജി ലെവൽ നിങ്ങൾക്ക് പഠിക്കാൻ വളരെ സുഖമാണ് ഈ ഒരു കൺസെപ്റ്റ് ഓർമ്മയിൽ ഉണ്ടെങ്കിൽ. ഇനി സ്ക്വയർ പിരമിഡൽ ആണെങ്കിൽ ഡി എക്സ് സെഡ് ഡി വൈ സെഡ് ഏറ്റവും താഴെ. സ്ക്വയർ പിരമിഡലിൽ ഒരാൾ മാത്രമേ സെഡ് ആക്സിസിലുള്ളൂ. ആ ഒരാൾ സെഡ് ആക്സിസിൽ ഉള്ളത് കൊണ്ട് ഒരു മീഡിയം ലെവലിലാണ് എനർജി സ്പ്ലിറ്റിംഗ് ഡി സെഡ് സ്ക്വയറിന് ഉണ്ടാവുക. ബാക്കി എക്സ് സെഡ് വൈ സെഡ് താഴെ തന്നെയാണ്. എക്സ് വൈയും എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും ആണ് ഏറ്റവും എനർജി ഉള്ള ആൾക്കാർ. കാരണം 4 ലിഗാൻസ് എക്സ് വൈ ആക്സിസിലും കിടക്കാം, ഒറ്റ ലിഗാൻഡ് മാത്രം സെഡ് ആക്സിസ് കിടക്കാം. സോ ഈ ഒരു റീസൺ കൊണ്ട് സ്ക്വയർ പിരമിഡൽ കോംപ്ലക്സുകൾക്ക് ഹയർ എനർജിയിലേക്ക് പോകുന്നത് ആരായിരിക്കും? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡി ഓർബിറ്റൽ ആയിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് ആൻഡലർ ഡിസ്റ്റോർഷനിൽ പറയാനുള്ളത്. നിങ്ങൾ ആൻഡലർ ഡിസ്റ്റോർഷൻ പഠിക്കുമ്പോൾ ഞാൻ മെയിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ CFT യെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമാണ് ഡിസ്റ്റോർഷനെ പറ്റിയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ഒക്ടാഹെഡ്രൽ സ്പ്ലിറ്റിംഗ് CFTയിൽ എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിൽ നിന്ന് ഡിസ്റ്റോർഷൻ വരെയാണ് കോമ്പൗണ്ടിന്. അത് സ്റ്റേബിൾ ആവാൻ വേണ്ടി ചില ഡിസ്റ്റോർഷൻസ് കാണിക്കാം. 2 ടൈപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കുക, സെഡ് ഇൻ ആൻഡ് സെഡ് ഔട്ട് എന്ന് മനസ്സിലാക്കുക. ടെട്രോഗണൽ ഡിസ്റ്റോർഷൻ എന്നും കൂടെ പറയും. ഈ സെഡ് ഇൻ സെഡ് ഔട്ട് ഡിസ്റ്റോർഷൻ കാരണം T2G EG ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത ഒരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് വീണ്ടും അതിന്റെ എക്സ് വൈ ആക്സിസിൽ സെഡ് ആക്സിസിൽ കിടക്കുന്ന ഡി ഓർബിറ്റൽസിനെ വീണ്ടും സ്പ്ലിറ്റ് ആക്കും. അത് ബേസ്ഡ് ഓൺ സെഡ് ആക്സിയൽ ലിഗാൻഡ് അപ്രോച്ചിനെ ബേസ് ചെയ്തിട്ടായിരിക്കും
ആക്സിയൽ ലിഗാൻഡ് വളരെ ക്ലോസ് ആണ് മെറ്റലുമായിട്ട് സെഡിനിൽ, അതുകൊണ്ട് അതിന്റെ ഹയർ എനർജിയിലായിരിക്കും അത് ഉണ്ടാവുക. സെഡ് ആക്സിസ് ഹയർ എനർജിയിലായിരിക്കും. സെഡ് ഔട്ടിലാവുമ്പോൾ മെറ്റൽ ലിഗാൻഡ് ഇന്ററാക്ഷൻ സെഡ് ആക്സിസിൽ കുറവായതുകൊണ്ട് സെഡ് ആക്സിസ് കുറഞ്ഞ അവസ്ഥയിൽ കുറഞ്ഞ എനർജി ലെവലിലേക്കായിരിക്കും വരും. ഇതറിയുന്നതിന്റെ കൂടെ ഇതിന്റെ CFSE വാല്യൂവിന്റെ സ്പ്ലിറ്റിംഗ് കൂടെ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്കൊരു കോംപ്ലക്സ് തന്നാൽ അത് സെഡ് ഇൻ ഡിസ്റ്റോർഷൻ ആണോ സെഡ് ഔട്ട് ആണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി സെഡ് ഔട്ട് സെഡ് ഇൻ ഡിസ്റ്റോർഷൻ ഈക്വൽ ആണെങ്കിൽ അതിന് എക്സ്പെരിമെന്റൽ ഒബ്സർവേഷനെ നമ്മൾ ഒബേ ചെയ്യേണ്ടി വരും. സെഡ് ഇൻ സെഡ് ഔട്ട് 0 ആണ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ രണ്ടിടത്തും വന്നതെങ്കിൽ അത് ഡിസ്റ്റോർഷൻ കാണിക്കാത്ത കോമ്പൗണ്ട് ആണ്. ഫോർ എക്സാമ്പിൾ D10 ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, D9 ചെയ്താൽ നിങ്ങൾക്ക് സെഡ് ഔട്ട് സെഡ് ഇൻ ഈക്വൽ കിട്ടും. അത് എക്സ്പെരിമെന്റൽ ഒബ്സർവേഷൻ ആണ്. ഇപ്പൊ D1 ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അത് സെഡ് ഇൻ ആണ്, കാരണം സെഡിനിൽ 2/3 Δ1 CFSE വന്നു. സോ ഹയർ CFSE എവിടെയാണോ അത് ഒബേ ചെയ്യുന്നു, ആ ഡിസ്റ്റോർഷനെ ആ കോമ്പൗണ്ട് ഒബേ ചെയ്യുന്നു. ആ രീതിയിൽ മനസ്സിലാക്കുക. ദെൻ ഹൈ സ്പിൻ ലോ സ്പിൻ ഒന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ ഹൈലി സിമെട്രിക് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷനുള്ള ഒന്നും തന്നെ എന്ത് കാണിക്കില്ല, ആൻഡല ഡിസ്റ്റോർഷൻ കാണിക്കില്ല. ദെൻ അത് യൂസ് ചെയ്ത് നമുക്ക് പല കോമ്പൗണ്ട്സിന്റെയും MO ഡയഗ്രാം കോറിലേറ്റ് ചെയ്ത് പഠിക്കാം. എന്ന് വെച്ചാൽ അത് ആൻഡല ഡിസ്റ്റോർഷൻ ആണെന്നല്ല ഞാൻ പറഞ്ഞത്, ആ കോമ്പൗണ്ടിനെ നമുക്കൊരു ഒക്ടാഹെഡ്രൽ കോമ്പൗണ്ട് ആയിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് അതിൽ ആക്സിയൽ പോർഷനിലുള്ള ലിഗാൻഡിന് നടക്കുന്ന മാറ്റങ്ങൾ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇക്വിറ്റോറിയലിൽ വരുന്ന ലിഗാൻഡിന്റെ മാറ്റങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് അതിന്റെ എനർജി സ്പ്ലിറ്റിംഗ് ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നൈസായിട്ട് പഠിച്ച് ഓരോ എനർജി ലെവലും കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ടെല്ലർ ഡിസ്റ്റോർഷൻ എന്ന പോർഷൻ. ഇത് കൃത്യമായിട്ട് അറിഞ്ഞാൽ ഞാൻ 4-5 ക്വസ്റ്റ്യൻസ് റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇത് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത സെക്ഷനിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം, ഈ ഒരു തിയറിനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ.